ഹായ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ ഉള്ളത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, എൻ്റെ ലൈഫിലെ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം ആത്മാർത്ഥത്തോടെ ചെയ്യുമ്പോഴും ആത്മാർത്ഥ ഇല്ലാണ്ട് ചെയ്യുന്നതും അതിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ആത്മാർത്ഥ ഇല്ലാണ്ട് ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബാഡ് റിസൾട്ട് തന്നെ ആയിരിക്കും എന്ന് പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2-3 വർഷമൊക്കെ ആയി. അപ്പൊ ഞാൻ ആർക്കോ വേണ്ടിയിട്ട് വീഡിയോസ് ഇടും. അപ്പം കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3-4 ദിവസം 5 ദിവസം ചിലപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞാലാണ് എനിക്ക് നല്ലൊരു വ്യൂസ് കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ ഇന്നലെ ഞാൻ ആത്മാർത്ഥതയോടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിന് കിട്ടിയ വ്യൂസ് എന്ന് പറയുന്നത് 500 മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. കേൾക്കുന്നവർക്ക് 500 അത്രയുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ഇഷ്ടത്തോടെ വേണം ചെയ്യാനെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ യൂട്യൂബ് ചത്തിട്ടുള്ള അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇതിലത്തെ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല വ്യൂ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തപ്പോൾ ഫോണിന്റെ ഒക്കെ ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ അത് ബ്രേക്ക് ചെയ്തു. പിന്നെ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് വ്യൂസ് കിട്ടാറില്ല. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. ആദ്യം നല്ല ഇട്ടിട്ട് പോയില്ലെങ്കിൽ ഉള്ള ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ ഇപ്പൊ നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ വിചാരിക്കുന്ന ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഞാൻ വിചാരിക്കും ആദ്യം മുതലേ സബ്സ്ക്രൈബ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ ഒറ്റ ഉറച്ചിൽ തീരുമാനം, ഓക്കെ വ്യൂസ് ആണല്ലോ എനിക്കൊരു പ്രശ്നം, നമുക്കത് എന്ത് ചെയ്യാം സെറ്റാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഇപ്പോഴുള്ള അക്കൗണ്ടിൽ തന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആടെ നിന്നൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി എൻ്റെ ഫാമിലീസ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ ഫാമിലീസിന്റെ ഉള്ളിൽ നിന്ന് എന്നെ അറിയുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, എന്നെ അറിയാത്ത ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ആരെങ്കിലും എന്ത് ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മളെ നിലയിലാകണം എന്ന് ആരും വിചാരിക്കൂല. അതൊക്കെ നമ്മുടെ പാരന്റ്സ് വിചാരിക്കും. പിന്നെ നമ്മൾ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ വിചാരിക്കും ഒന്ന് രക്ഷപ്പെട്ട് പോയിക്കോട്ടെ ആ കൊച്ച് എന്നുള്ളത്. നമ്മൾ അറിയുന്നവരെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കൂല. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്തൊക്കെ കേട്ടെന്നറിയോ? ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു. ചിലത് കേൾക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. സോ ആ സങ്കടമൊക്കെ എനിക്ക് ഈ ഒരു അക്കൗണ്ട് ആ സങ്കടമൊക്കെ എനിക്ക് മാറ്റിയെടുക്കണം. എന്നെ പുച്ഛിച്ചവരെയും എന്നെ അവോയ്ഡ് ആക്കിയവരുടെ മുന്നിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം. അപ്പം നമ്മൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, അവൈലബിൾ ആവുന്നില്ല എന്നാണ് പ്രശ്നം. പക്ഷെ നമുക്ക് നോക്കി നോക്കാം, ഞാൻ അവൈലബിൾ ആവാൻ വേണ്ടി പോവാ, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല വീഡിയോ ചെയ്യണം, ആൾക്കാർക്ക് ഇൻഫോർമേഷൻസ് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ ബളബള ആക്കുന്നതിന് പകരം ഇടയ്ക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല. ത്തിനും അതിൻ്റെതായിട്ടുള്ള സമയവും കാലവും ഒക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ ക്ലിക്കാണോന്നില്ല. പക്ഷെ ടൈം എടുത്ത് എഫേർട്ട് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കാര്യമായാലും സക്സസ് ആവും. സോ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ആക്കണമെന്നൊന്നും ഞാൻ പറയുന്നത്. ഷെയർ ആക്കി വെച്ചിട്ട് എനിക്കൊരു പ്രശ്നമില്ല, ഷെയർ ആക്കിയിട്ടില്ല എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നെ കളിക്കാൻ എൻ്റെ ഉമ്മ മാത്രമേ ഉണ്ടായിട്ടില്ല. ചില സമയത്ത് എൻ്റെ ഉമ്മക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നാറിട്ട്, പെണ്ണിനെ കൊണ്ട് ഇത് തലവേദനയാന്ന് വിചാരിച്ചിട്ട് ചില സമയത്ത് പഞ്ഞെടുത്ത് വെക്കേണ്ട അവസ്ഥ വരെ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എനിക്ക് ആരോടൊക്കെ പറയാം, നിങ്ങൾ ചോദിക്കുന്നതിന് ആൻസർ പറയാം, നിങ്ങളോട് പറയാം. എനിക്ക് എന്ത് സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും അതിന് പറ്റിയൊരു നല്ല പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ചാനൽ പറയുന്നത്. ആയിരിക്കാം, മൈബി പറയാൻ പറ്റൂല. ചിലപ്പോൾ നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കും, ചിലപ്പോൾ നമ്മളെ ജീവിതം തന്നെ ഇല്ലാണ്ടേക്കും ചെയ്യും. സോ നോക്കാം ഇൻഷാല്ലാ. സോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.